Hi everyone, welcome back to National Institute of Montessori Teachers Training Center, കോതമംഗലം. ഇന്ന് എല്ലാ പേരൻസിനും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് വരുന്നത്. നിങ്ങളുടെ കുട്ടികൾ ഒരു കിൻഡർ ഗാർഡൻ തൊട്ട് ലോവർ പ്രൈമറി വരെയുള്ള കാലഘട്ടത്തിൽ പഠിക്കുന്നവരാണ് എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം സ്കൂളിൽ പോയി, അതായത് ഇപ്പോൾ പ്രീ പ്രൈമറി അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ എഴുതാൻ കുറച്ചൊക്കെ മടി കാണൂല്ലേ, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം എഴുതി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കൈ വേദനയാണെന്ന് പറയും. ഇതിനൊക്കെ റീസൺ എന്തായിരിക്കും? അപ്പോൾ അവർക്ക് ഡെവലപ്മെൻറ്റ്സ്, അതായത് ഫിംഗറിലെ ചെറിയ ചെറിയ മസിൽസ്, അതായത് ഫൈൻ മോട്ടർ ഡെവലപ്മെൻറ്റ്സ് കറക്റ്റായിട്ട് നടക്കാത്ത കാരണമാണ്. അപ്പോൾ നമുക്കിത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫിംഗർ എക്സസൈസുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എക്സസൈസുകളും ചെയ്യിക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഷീറ്റ് പേപ്പറാണ്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പറോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഷീറ്റ് പേപ്പറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഷീറ്റ് പേപ്പർ നിങ്ങൾ എടുക്കുക. ഇത് കുട്ടികളുടെ കൈ കൊണ്ട് ഇങ്ങനെ എന്താണ് പറയുക, കുട്ടികളെന്നെ ക്രംബിൾ ചെയ്യാൻ പറയുക, അതായത് ഇങ്ങനെ ചുരുട്ടി കൂട്ടാൻ പറയുക. അപ്പോൾ അവർക്കിടെ എന്താണ് ഡെവലപ്മെൻറ്റ്സ് സാധ്യമാകും. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് സ്മൈലി ബോൾസ് വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാം. ഇതിന് ശേഷം ഈ പേപ്പർ നമ്മൾ വീണ്ടും കുട്ടികളെയും കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യിപ്പിക്കുക. ആ കീറിപ്പോകാതെ തന്നെ ഓപ്പൺ പയ്യെ പയ്യെ ചെയ്യിക്കുക. അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് അവർക്ക് കോർഡിനേഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവർക്കിടെ ഐ കോണ്ടാക്ട്സ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവർക്കിടെ ഫൈൻ വീണ്ടും നമ്മൾ ക്രംബിൾ ചെയ്യുക. ഇങ്ങനെ ഒരു 3 or 4 ടൈംസ് നമ്മൾ കുട്ടികളെയും കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ളൊരു ഷീറ്റ് പേപ്പർ കുട്ടികൾക്ക് ഒരു 3-4 പീസായിട്ട് കൊടുക്കുക. അതായത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തതിന് ശേഷം നല്ല കട്ടിക്ക് ഫോൾഡ് ചെയ്യണം. അതിനുശേഷം കുട്ടികളെയും കൊണ്ട് തന്നെ ഈ 3 ഫിംഗേഴ്സ് വെച്ചിട്ട് ഇത് ടീർ ചെയ്യുക, ഇങ്ങനെ കീറുക. ഇച്ചിരി കട്ടി വേണം, കുട്ടികൾക്ക് ആ ഒരു ബലം അവിടെ കിട്ടണം, എന്നാലാണ് ആ സ്ട്രെങ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ ടീർ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ 3 ഫിംഗേഴ്സിൽ വരുന്ന ആ ഒരു മസിൽസിൽ വരുന്ന സ്ട്രെങ്ത്ത് കുട്ടികൾക്കിടെ പെൻസിൽ ഗ്രിപ്പ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 2 ആക്ടിവിറ്റിയും വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ കുട്ടി TV കാണുന്ന സമയത്തോ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് ക്രംബ്ലിംഗ് ആൻഡ് ടീറിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ